വോട്ടർ പട്ടികയുടെ പേരിൽ വിമർശനങ്ങൾ തുടരുന്നതിനിടെ സിപിഎമ്മിനെ വെട്ടിലാക്കി അവരുടെ നേതാവിനും ഇരട്ട വോട്ട്. കോഴിക്കോട് പുറമേരി പഞ്ചായത്ത് പ്രസിഡന്റ് വി.കെ. ജ്യോതിലക്ഷ്മിക്കാണ് ഇരട്ട വോട്ടുള്ളത്. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലാണ് ഇവർക്ക് വോട്ടുള്ളത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ വോട്ടർ പട്ടികയിൽ സിപിഎം നേതാവായ വി.കെ. ജ്യോതിലക്ഷ്മിക്ക് കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലാണ് വോട്ടുള്ളത്. കോഴിക്കോട് പുറമേരി പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ വി.കെ. ജ്യോതിലക്ഷ്മി നേരത്തെ കണ്ണൂർ ആറളത്താണ് താമസിച്ചിരുന്നത്. വോട്ടർ പട്ടികയിൽ പുറമേരി പഞ്ചായത്ത് 9-ാം വാർഡായ നടയമേലിലും കണ്ണൂർ ആറളം പഞ്ചായത്തിലെ 15-ാം വാർഡായ ചെടിക്കുളത്തും ജ്യോതിലക്ഷ്മിക്ക് വോട്ടുണ്ട്. വോട്ടർ പട്ടികയുടെ പേരിൽ സിപിഎമ്മും കോൺഗ്രസും ഉയർത്തിയ ആരോപണങ്ങൾ അവരെ തന്നെ തിരിഞ്ഞുകുത്തുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ഇരട്ട വോട്ട് വിവരം പുറത്തു വന്നതിന് പിന്നാലെ സിപിഎമ്മിന്റെ കള്ളവോട്ടിന്റെ ഉദാഹരണമാണിതെന്ന് ആരോപിച്ച് ബിജെപി നേതൃത്വം രംഗത്തെത്തി. കെ. ജ്യോതിലക്ഷ്മി എന്ന് പറയുന്ന അന്ന് ആറളത്തെ വനിതാ നേതാവ്, സിപിഎമ്മിൻ്റെ ജനാധിപത്യ മഹിളാ അസോസിയേഷനിലും അതോടൊപ്പം തന്നെ DYFIയിലും ചുമതലയുണ്ടായിരുന്ന ജ്യോതിലക്ഷ്മിയെ കല്യാണം കഴിച്ച് കൊണ്ടുപോയത് നാദാപുരം പുറമേരി പഞ്ചായത്തിലാണ്. ആ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് ഇന്ന് ജ്യോതിലക്ഷ്മി. ആ ജ്യോതിലക്ഷ്മിക്ക് നാദാപുരം പഞ്ചായത്ത്, ആ പുറമേരി പഞ്ചായത്തിലും വോട്ടർ പട്ടികയിൽ പേരുണ്ട്, ആറളം പഞ്ചായത്തിലെ വോട്ടർ പട്ടികയിലും പേരുണ്ട്. ആഗസ്റ്റ് മാസം പ്രസിദ്ധീകരിച്ചിട്ടുള്ള വോട്ടർ പട്ടികയാണ് എൻ്റെ മുന്നിലുള്ളത്. ഈ വോട്ടർ പട്ടികയിൽ 2 സ്ഥലത്തും അവർക്ക് വോട്ടുകളുണ്ട്. പുറമേരിയിൽ നിന്ന് അവരുടെ നാട്ടിലേക്ക് ഒരു വാഹനത്തിലെത്താൻ ഒരു 2.5 മണിക്കൂർ മാത്രമേ ഉള്ളൂ. പുറമേരിയിലും അവർ വോട്ട് ചെയ്യുന്നുണ്ടാവും, ആറളം പഞ്ചായത്തിലും വോട്ട് ചെയ്യുന്നുണ്ട്. ഇതുപോലെ കണ്ണൂർ ജില്ലയിൽ വ്യാപകമായിട്ട് CPM നേതാക്കന്മാരുടെ ഇരട്ട വോട്ടുണ്ട് എന്നതിന് തെളിവാണ് ആറളം പഞ്ചായത്തിലെ ജ്യോതിലക്ഷ്മിയുടെ ഈ വോട്ട്. അതേസമയം താൻ 12 വർഷമായി കോഴിക്കോടാണ് താമസിക്കുന്നത് എന്നും കണ്ണൂരിൽ വോട്ടുള്ള കാര്യം അറിയില്ല എന്നുമാണ് ജ്യോതിലക്ഷ്മി പറയുന്നത്. ജനം, കണ്ണൂർ.